ജയ് ശ്രീരാമകൃഷ്ണ. ശ്രീരാമകൃഷ്ണ വചനാമൃതം കഴിഞ്ഞ 812 ദിവസങ്ങളായി തുടർച്ചയായി വായിച്ചു വരുന്ന ഈ സത്സംഗത്തിൽ അതിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെക്കുറിച്ച് വിവിധ പഠനങ്ങൾ പരിശോധിക്കുകയും പൂജ്യ സന്യാസിമാർ നൽകിയിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുകയുമൊക്കെ ചെയ്ത ശേഷം ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അവയെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആ വിശകലനം നടന്നു വരുന്നതിൻ്റെ 5ാം ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ഭാഗം ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെക്കുറിച്ച് സ്വാമി ഭൂദേശാനന്ദജി മഹാരാജ് അദ്ദേഹത്തിൻ്റെ ശ്രീരാമകൃഷ്ണ ആൻഡ് ഗോസ്പൽ എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതവും ഉപദേശങ്ങളും എന്നുള്ളതാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം നാം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ ഉപദേശങ്ങളും ആ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്നവയാണ്. ആ വാക്കുകൾ വെറും വാക്കുകളല്ല, അവയെല്ലാം ജീവിതത്തിലുടനീളം പ്രതിഫലിക്കുന്നതായി കാണാം. ശ്രീരാമകൃഷ്ണ വചനാമൃതം ശ്രദ്ധയോടെ വായിച്ചാൽ ഇതെല്ലാം എളുപ്പത്തിൽ മനസ്സിലാകും. ഭാരതത്തെ സംബന്ധിച്ച് അനിശ്ചിതത്വത്തിൻ്റെയും അനീതിയുടെയും കാലഘട്ടത്തിലാണ് അദ്ദേഹം അവതരിച്ചത്. വിദേശ ആധിപത്യം എത്രമാത്രം ശക്തമായിരുന്നു എന്ന ധാരണയോടെ വേണം വചനാമൃതം വായിക്കാൻ. കാരണം ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജനനത്തോടെ സത്യയുഗം ആരംഭിച്ചുവെന്ന് ഭക്തന്മാർ മനസ്സിലാക്കി. സ്വാമി വിവേകാനന്ദനും പിന്നീട് അങ്ങനെ പറയാറുണ്ടായിരുന്നു. ഈ സുവർണ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ സത്യയുഗത്തിൻ്റെ തുടക്കത്തിൽ ജനിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. ശ്രീരാമകൃഷ്ണ ദേവൻ്റെ പ്രകാശമാനമായ സ്വാധീനം എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മളിപ്പോൾ ജനിച്ചിരിക്കുന്നത്. ഒരു വലിയ ഊർജം ഘനീഭവിച്ച രൂപവുമായി നാം മുഖാമുഖം നിൽക്കുന്നു. സൂര്യൻ്റെ അരികിൽ നാം നിലയുറപ്പിച്ചിരിക്കുന്നത് പോലെ. എന്നിരുന്നാലും ഈ സൂര്യൻ നമ്മെ ചുട്ടുപൊള്ളിക്കുന്നില്ല, ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാര കഥ വായിക്കുമ്പോൾ ലൗകിക ജീവിതത്തെ ഭയപ്പെടുത്തുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. വിദേശ ആധിപത്യത്തിന് കീഴിൽ അവരുടെ മതാചാരപ്രകാരം പാപഭയം മനുഷ്യരിൽ വളർത്തുന്ന സാഹചര്യമായിരുന്നു എന്ന് ഓർക്കണം. കാരണം വിദേശ ആധിപത്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ കൽക്കട്ട കേന്ദ്രമാക്കി ഭാരതത്തെ ആകെ അവർ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടേതായ ഒരു മതാചാരപ്രകാരമുള്ള കാര്യങ്ങൾ അവർ ഭരിക്കുന്ന നാട്ടിൽ നടക്കും. അത് സ്വാഭാവികം. അതുതന്നെ ഇന്ത്യയിലും സംഭവിച്ചു. നമ്മുടെ ആധ്യാത്മികതയേക്കാൾ കൂടുതൽ ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ആരാധനാക്രമങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകാൻ അവർ ശ്രമിക്കും. അത് അവരുടെ ഭരണത്തിന് കീഴിലായതുകൊണ്ടാണ്. ബിബ്ലിക്കൽ തീം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മിൽ സ്വാധീനം ചെലുത്തുന്ന ചില പ്രയോഗങ്ങൾ പാപി നരകത്തിൽ പോകും എന്നതുപോലെയുള്ള ചിന്തകളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വായിക്കുമ്പോൾ, അതായത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം വായിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഭയം എന്ന വികാരം ഉണ്ടാകുന്നതേയില്ല. അക്കാലത്ത് സന്യാസി എന്നത് ജടകെട്ടിയ മുടിയും ദേഹത്ത് ചാരം വാരി പുരട്ടിയും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുമൊക്കെ ആയിരുന്നു ആളുകൾ കണ്ടിരുന്നത്. നമ്മെ കുഴപ്പിക്കുന്ന ഒരു പ്രയാസകരമായ വാക്കുപോലും ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങളിൽ ഉപയോഗിച്ചിട്ടേയില്ല. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ലളിതമായ അന്നത്തെ ഗ്രാമീണ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ കമാർപുക്കൂറിലെ തനി ബംഗാളി ഗ്രാമീണ ഭാഷയിൽ. നമ്മുടെ മനസ്സ് അതിനാൽ ആശയക്കുഴപ്പത്തിലാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.
അദ്ദേഹം പറയുന്നു, നമ്മൾ ഈശ്വരനെ സ്നേഹിക്കണം. വളരെ സിമ്പിളാണ് ആ പറച്ചിൽ. നമ്മൾ ഈശ്വരനെ എങ്ങനെ സ്നേഹിക്കണം? നമ്മുടെ അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹം പോലെ തന്നെ. ഓം താപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ നമ്മുടെ ഭാരതത്തിൽ അവതരിച്ച ഒരു മഹാപുരുഷനാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ. ഓരോ കാലത്തും, അതായത് എപ്പോഴൊക്കെയാണോ ധർമ്മം ക്ഷയിക്കുന്നത് അപ്പോഴൊക്കെ ഭഗവാൻ അവതരിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ ഭാരതത്തിൽ വളരെ സൂക്ഷിച്ച ഒരവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൽ നടമാടിയിരുന്നത്. പ്രത്യേകിച്ചും ശാക്തമതം. അന്ന് ആ കാലഘട്ടത്തിൽ ശൈവരും വൈഷ്ണവരും ശാക്തേയരും എല്ലാം പരസ്പരം ഞങ്ങളുടെ മതമാണ് വലുത് എന്ന് പറഞ്ഞ് പരസ്പരം കലഹിച്ചും കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പോഴാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ അവതരിക്കുന്നത്. എന്താണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിത ദൗത്യം? നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാതിരി ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അധർമ്മത്തെ ഇല്ലാതാക്കാനും കൂടിയാണ് ഭഗവാൻ അവതരിച്ചത്. വേദങ്ങളിൽ ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഈ വേദങ്ങളാണ് നമ്മുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം. അതിൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. ഈ ധർമ്മവും മോക്ഷവും ഒഴിച്ച് മറ്റുള്ള അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ആ കാലഘട്ടത്തിൽ മുൻതൂക്കം കൊടുത്ത് അതിനെ ലാളിച്ചുകൊണ്ടിരുന്നത്. അതല്ല നമ്മുടെ യഥാർത്ഥ സ്വരൂപം അല്ലെങ്കിൽ ലക്ഷ്യം ആത്മനോ മോക്ഷാർത്ഥം ജഗത്തിഹിതായച്ച, അവനവൻ്റെ മോക്ഷവും മറ്റുള്ളവരുടെ ക്ഷേമവും. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പഠിപ്പിക്കുന്നത് സ്വന്തം ജീവിതത്തിലൂടെ. ധർമ്മവും മോക്ഷവും ഇത് ഒരു ഭാഗം, അർത്ഥകാമങ്ങൾ വേറെ. ഒന്ന് ലൗകികവും മറ്റത് ആധ്യാത്മികവും. ആധ്യാത്മികമായിട്ടുള്ളതാണ് ധർമ്മവും മോക്ഷവും. ലൗകികമായിട്ടുള്ള കാര്യം അർത്ഥകാമങ്ങളാണ്. അർത്ഥകാമങ്ങളെ കൊണ്ട് മാത്രം നമുക്ക് ജീവിതം ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഇത് കൊണ്ട് നയിക്കാൻ പറ്റുകയില്ല. അതിനാണ് അത് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ജീവിച്ച് കാണിച്ച് തന്നത്. ഈ വേദങ്ങളിൽ ഒരു മനുഷ്യന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ആശയങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ മറ്റ് എവിടെയും അത് കാണാൻ കഴിയില്ല. കാരണം വേദങ്ങളുടെ ഉപവേദങ്ങളായ അർത്ഥവേദം, ആയുർവേദം, ഗാന്ധർവവേദം ഇതൊക്കെ ആ വേദങ്ങളുടെ ഉപവേദങ്ങളാണ്. അതുപോലെ തന്നെ ധനുർവേദം. ഇതെല്ലാം പറയുന്നത് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ആദർശങ്ങൾ ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് സാധിക്കൂ. ഒരു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം. ധനുർവേദം എന്ന് പറയുമ്പോൾ യുദ്ധസാമഗ്രികളും യുദ്ധ സന്നാഹത്തിന് വേണ്ടിയുള്ള
ആശയങ്ങളല്ലേ എന്ന്. പക്ഷേ ധർമ്മസംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ആത്മരക്ഷണത്തിനായിട്ട് അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് വേദം നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ശാസ്ത്രങ്ങൾ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ആയുർവേദം അത്യാവശ്യമുണ്ട്. കാരണം ഒരു മനുഷ്യന് സാധന ചെയ്യണമെങ്കിൽ ആരോഗ്യം ഉള്ള ഒരു ശരീരത്തിൽ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ആരോഗ്യം നിലനിർത്താൻ അതിനുവേണ്ട ആയുർവേദ ആദർശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അതുപോലെ തന്നെയാണ് ഗാന്ധർവവേദം. ഗാന്ധർവവേദത്തിൽ നമ്മളുടെ സാംസ്കാരിക പൈതൃകം ഗാനങ്ങളും നാടകങ്ങളും മറ്റും ഒക്കെ അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ആ ഗാന്ധർവവേദത്തിൻ്റെ മൂലമാണ് സാമവേദം. ഈ വേദങ്ങളൊക്കെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് അർത്ഥവേദം. ലോകത്ത് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന സാമ്പത്തിക ശാസ്ത്രം അത് നമ്മുടെ വേദങ്ങളിലുള്ളതാണ്. ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് അല്ലെങ്കിൽ സന്തുഷ്ടമായിട്ടുള്ള ജീവിത ലക്ഷ്യത്തിന് ഇതെല്ലാം ആവശ്യമാണ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ഞാൻ ആര് എന്നുള്ള അന്വേഷണം. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ കണ്ടെത്തുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ തീകൊള്ളുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് കാരണഭൂതമായിരിക്കുന്ന ആ പരമാത്മസ്വരൂപം മാത്രമാണ്. ആ പരമാത്മസ്വരൂപം തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ സ്വന്തം ജീവിതത്തിൽ അത് സാക്ഷാത്കരിച്ചു. ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിൽ വെച്ച് അമ്മ കാളിദേവി ശ്രീരാമകൃഷ്ണദേവന് ആ തത്വം കാണിച്ചു കൊടുത്തു. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിത ദൗത്യം. അത് നമ്മൾക്ക് ജീവിച്ച് കാണിച്ചു തന്ന ഒരു മഹാപുരുഷനാണ്. പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ആ തത്വമാണ് ഭഗവാന്റെ ആ ജീവിതം. അത് നമ്മളെല്ലാവരും വായിച്ചിരിക്കണം. അതിന് ഏറ്റവും ലളിതമായിട്ടുള്ള ആ ആശയം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത് ഗ്രന്ഥമാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതം. അദ്ദേഹം തുടർന്ന് കൂട്ടിച്ചേർക്കുന്നു, ലൗകികനായ മനുഷ്യന് സ്വത്തുക്കളോടുള്ള ആകർഷണം, കുഞ്ഞിന് അമ്മയോടുള്ള ആകർഷണം, ഭർത്താവിന് പവിത്രയായ ഭാര്യയോടുള്ള ആകർഷണം. ഈ 3 ആകർഷണങ്ങളും ഒന്നിച്ച് ഒരു ഭക്തൻ ഉണ്ടായാൽ ഈശ്വരൻ അവന് മുന്നിൽ തീർച്ചയായും പ്രത്യക്ഷപ്പെടും. ഈ ആകർഷണങ്ങളുടെ പ്രത്യേകത എന്തെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. കാരണം ഈ വികാരങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കൂടുതലോ കുറവോ ആയി എല്ലാവർക്കും അനുഭവപ്പെട്ടു വരുന്ന ഒന്നാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഈ 3 ആകർഷണങ്ങളുടെയും സംയോജിത ശക്തിയാൽ ഒരാൾ ഈശ്വരനിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ അയാൾക്ക് ഈശ്വരനെ നേടാൻ കഴിയും. ഇത് മനസ്സിലാക്കാൻ വലിയ വേദാന്ത പരിജ്ഞാനമൊന്നും ആവശ്യമില്ല. ഈശ്വരനെ സാക്ഷാത്കരിക്കാനായി അസാധാരണമോ കഠിനമോ ആയ ഒരു സാധനയിലും ഏർപ്പെടാൻ അദ്ദേഹം നമ്മെ ഉപദേശിച്ചിട്ടേയില്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രീതികൾ വളരെ ലളിതമാണ്. നാം എങ്ങനെയാണ് ഈശ്വരനെ ധ്യാനിക്കേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ധ്യാനിക്കാൻ നിങ്ങൾ സ്വയം വിജനമായ ഒരു സ്ഥലം കണ്ടെത്തിയാൽ മതി. നമുക്കെല്ലാവർക്കും കാട്ടിലേക്ക് പോകാൻ കഴിയില്ല. വിജനം എന്നാൽ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു മൂല എന്നും അർത്ഥമാക്കാവുന്നതാണ്. അവിടെ ഇരുന്ന് നാം ഈശ്വരനെ ധ്യാനിച്ചാൽ മതി. ഇനി അത്തരമൊരു
മൂല വീട്ടിലോ പരിസരത്തോ ലഭ്യമല്ലെങ്കിൽ ചുറ്റുപാടുകൾ പരിഗണിക്കാതെ സ്വന്തം മനസ്സിലേക്ക് ഏകാഗ്രതയോടെ അത് ചെയ്യാൻ കഴിയും. നിങ്ങൾ ജോലിസ്ഥലത്തായിരുന്നാലും, നിങ്ങൾ മറ്റേതെങ്കിലും യാത്രയിലായിരുന്നാലും, നിങ്ങൾ എവിടെയായിരുന്നാലും ആ സന്ദർഭത്തിൽ ഒരു നിമിഷം നിങ്ങൾ മനസ്സുകൊണ്ട് ഈശ്വരനെ ധ്യാനിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരാൾ പറഞ്ഞു, പക്ഷെ ഇത്രയും വിപുലമായ ആത്മീയ പരിശീലനത്തിന് ഞങ്ങൾക്ക് സമയമെവിടെ? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, എന്നാൽ പകലിൻ്റെയും രാത്രിയുടെയും 2 സംഗമങ്ങളിൽ, അതായത് പ്രഭാതസന്ധ്യ അല്ലെങ്കിൽ പ്രദോഷസന്ധ്യ, ഈ 2 സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ, ഓ ഈശ്വര, എനിക്ക് ധ്യാനിക്കാൻ സമയമേ ഇല്ല, ദയവായി എന്നോട് ക്ഷമിക്കൂ, കൃപ ചെയ്യണമേ എന്ന് ഒരു തവണ പറഞ്ഞാൽ മതി. ഇനി അതും പറയാൻ പറ്റില്ലെങ്കിൽ എവിടെ നിന്നായാലും ശരി, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് മനസ്സിലൊന്ന് ഓർത്താൽ മതി. നോക്കൂ, ശ്രീരാമകൃഷ്ണദേവൻ കാര്യങ്ങൾ എത്ര ലളിതമാക്കി തന്നുവെന്ന്. ഈ രീതിയിൽ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ ഉള്ളടക്കങ്ങളെ പരിശോധിക്കുകയാണ് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിലും. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാം. ജയ് ശ്രീരാമകൃഷ്ണ.